അപ്പോൾ കന്നിയിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കന്നി ചതുര പരിസരങ്ങളിൽ എവിടെയും കുഴികളോ കിണറോ താഴ്വാരമോ സെപ്റ്റിക് ടാങ്കോ വരരുത്. അതേപോലെ തന്നെ കന്നി മൂലയിൽ പടിക്കെട്ടുകളും അരുത്. അപ്പോൾ വീട് 2 നിലയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ 2ാം നില കന്നി വലിയൊരു താഴ്ചയായി, കന്നി താഴ്ന്ന ഭൂമിയായിട്ട് മുകളിലെ എനർജി വർക്ക് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും സ്റ്റെപ്സ് എല്ലാം ആഗ്നേയ വായു ഭാഗങ്ങളോട്ട് കൊണ്ടുവരാൻ പറയുന്നത്. അപ്പോൾ കന്നി മൂലയിൽ നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ 2ാം നിലയിൽ കന്നി ബാധിക്കപ്പെടും, 1ാം നിലയിലും അതിൻ്റെതായിട്ടുള്ള വാസ്തു കാരണം പേറും. അപ്പോൾ അവിടെ കന്നി മൂലയിൽ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂം ഒഴിവാകും. കന്നി മൂലയിൽ ബെഡ്റൂം ഉപയോഗിക്കുക, അവിടെ കിടന്നുറങ്ങുക. കാരണം ഓരോ മൂലയുടെയും പ്രശസ്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈശാന്യം ജലതന്മയാണ്, ആഗ്നേയം അഗ്നിതന്മ, കന്നിമൂല ഭൂമി തന്മയാണ്, ഭൂമിയിലെ എല്ലാം ഉത്ഭവിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ കന്നിമൂലയിൽ ബീറോ, കന്നിമൂലയിൽ വടക്ക് മുഖമായോ കിഴക്ക് മുഖമായോ കന്നിമൂലയിൽ നിങ്ങൾക്ക് ബീറോ വയ്ക്കാം. കന്നിമൂലയിൽ നിങ്ങൾക്ക് ആ കോർണർ ഭാഗം മാക്സിമം നിങ്ങൾക്ക് വെയിറ്റ് ആൻഡ് ഹൈറ്റ് അറേഞ്ച്മെൻറ്റിലായതുകൊണ്ട് അവിടെ നിങ്ങൾ കിടന്നുറങ്ങാം. അവിടെയാണ് ഉത്ഭവം, ചിന്തകളുടെ ഉത്ഭവം, മനുഷ്യൻ്റെ ഉത്ഭവം. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ദമ്പതികൾ, ഞാൻ എനിക്ക് തോന്നുന്നു 2-3 മാസം മുമ്പ് ഇത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കന്നിമൂലയിൽ ദമ്പതികൾ കിടന്നുറങ്ങി അവിടെ ജീവിക്കേണ്ട ആവശ്യകത, അവിടുത്തെ ഉത്ഭവം, അവിടുത്തെ അടുത്ത ജനറേഷൻ, ഇതെല്ലാം കന്നിമൂലയാണ്. ഏറ്റവും നല്ല ഉത്ഭവം കന്നിമൂല എന്നായിരിക്കാം. ധനവും ഒരു വളർച്ചയാണ്, ഉത്ഭവമാണ് അല്ലേ? അവിടെ നിങ്ങൾ ബീറോ വെച്ച് അതിനുള്ളിൽ കാശ് വെച്ച് വരുമ്പോൾ ആ ഉത്ഭവം തന്നെയാണ്, അതും ഒരു വളർച്ച തന്നെയാണ്. ആ കാശും ധനപരമായ മുന്നേറ്റവും നിങ്ങൾക്ക് കന്നിമൂല നിങ്ങൾക്ക് സമ്മാനിക്കുന്നു.